മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മിക്കവാറും എല്ലാ വർഷവും കാലടി ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കഴിഞ്ഞാൽ ആ പുതിയ വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ, രക്ഷാകർത്താക്കളിൽ ഒരാളല്ല, അമ്മയും അച്ഛനും കമ്പൽസറിയാണ്. 450 വിദ്യാർത്ഥികളും അവരുടെ 1000-ഓളം വരുന്ന അമ്മയും അച്ഛനും മാതാപിതാക്കളും ഒരുമിച്ചിരുന്നൊരു ഉദ്ഘാടന ഇൻട്രൊഡക്ടറി സമ്മേളനം ഉണ്ട്. വലിയ ഓഡിറ്റോറിയത്തിൽ നിറച്ചു. അവിടെ മിക്കവാറും കഴിഞ്ഞ 4-5 കൊല്ലമായിട്ട് ഞാനാണ് ഒരു 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാം. എന്താണ് വിദ്യാർത്ഥികൾ, അമ്മയുടെ ഉത്തരവാദിത്തം, അച്ഛൻ്റെ ഉത്തരവാദിത്തം, വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തം, കോളേജ് അധികൃതരുടെ ഉത്തരവാദിത്തം, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് 1.5 മണിക്കൂർ ക്ലാസ് എടുക്കാറുണ്ട്. അവിടെ ആദിശങ്കര കോളേജ് നല്ല ബന്ധമുള്ളത് കൊണ്ട് ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പബ്ലിക്കേഷൻസ് എല്ലാം വെക്കാറുണ്ട്. CD-കളും പെൻഡ്രൈവുകളും ബുക്സ് എല്ലാം വെക്കാറുണ്ട്. അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ആ പുസ്തകങ്ങളും CD-കളും പെൻഡ്രൈവുകളും വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അവരുടെ വേഷത്തിൽ നിന്നാണ്. മാതാപിതാക്കൾ വാങ്ങിക്കുന്നു, കുട്ടികൾ വാങ്ങിക്കാറുണ്ട്. ധാരാളം പുസ്തകം, ഒരു 10-14,000 രൂപയുടെ പുസ്തകം 15 മിനിറ്റ് കൊണ്ട് അവർ വായിക്കും. ഞങ്ങൾക്ക് അത്ഭുതം തോന്നാറുണ്ട്, എന്താ ഇത്രയധികം പുസ്തകം അവർ വായിക്കുന്നത് എന്ന്. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ യാത്ര പറഞ്ഞ് വരികയും ചെയ്യും. അങ്ങനെ ക്ലാസ്സിൽ പങ്കെടുത്ത സമദ് എന്ന് പറയുന്നൊരു വ്യക്തിയെ 3 ദിവസം മുമ്പ് ഈ മൂവാറ്റുപുഴയിൽ അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഭാരതീയ ദർശനങ്ങളെക്കുറിച്ചൊരു ക്ലാസ് ഉണ്ടായിരുന്നു. പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടുള്ള ക്ലാസ്. അതിൽ സമദ് എന്ന് പറയുന്നൊരു വ്യക്തിയും ജോൺസൺ എന്ന് പറയുന്നൊരു വ്യക്തി, ജോൺസൺ എന്ന വ്യക്തി ആർട്ട് ഓഫ് ലിവിങ്ങിലൂടെ ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. ഈ സമദ് എന്ന് പറയുന്ന വ്യക്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നതെല്ലാം കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടും അത് കൂടാതെയും കുറിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം എൻ്റെ ഒരു അനുജനെ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ സൈലൻ്റായിട്ട്, വളരെ ശാന്തനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ, ആദിശങ്കര കോളേജിൽ ക്ലാസ് എടുത്തപ്പോൾ അന്ന് അവിടുത്തെ ആ ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും എൻ്റെ ബന്ധുക്കളുമെല്ലാം മാനസികമായിട്ട് അസാധാരണ ഒരു മാറ്റത്തിന് വിധേയമായി. അന്വേഷിച്ച് നടന്നത് ലഭിച്ചു എന്നൊരു തോന്നല്, ജീവിതത്തിൽ ഒരു വെളിച്ചം കിട്ടിയെന്നൊരു തോന്നല്, തികച്ചും നൂതനമായ ഒരു ആശയത്തിലൂടെ മുമ്പോട്ട് പോകാൻ ഇനി സാധിക്കുമെന്നൊരു തോന്നല്. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ CD-യും കേൾക്കാറുണ്ട്. ഇവിടെയൊക്കെ പ്രഭാഷണം വരാറുണ്ട്. ഇപ്പം അങ്ങയുടെ അടുത്ത് നിൽക്കുമ്പോഴും എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു അനുഭവമാണ്. അങ്ങിന്ന് പറഞ്ഞത് എത്ര ജന്മം പഠിച്ചാലാണ് മനസ്സിലാക്കാൻ സാധിക്കുക. ഇങ്ങനെ കുറേ കമൻറ്റുകൾ പറഞ്ഞു. അതേപോലെ ജോൺസൺ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു നല്ല ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് കട നടത്തുന്ന ആളാണ്. അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. എല്ലാവരോടും രണ്ടുപേരോടും പറയാറുണ്ട്, എല്ലാ മതത്തിനെയും ഞാൻ വിമർശിക്കാറുണ്ട്. ഇസ്ലാമിനെയും ക്രിസ്തുമതത്തെയും ഹിന്ദുമതത്തെയും വിമർശിക്കാറുണ്ട്. അതുകൊണ്ട് ഗോപാലകൃഷ്ണനെ ഒരു കാരണവശാലും അന്ധമായിട്ടോ അല്ലാതെയോ ആരാധിക്കുകയോ ഫാനാവുകയോ ചെയ്യരുത്. കാരണം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബിലെ വിഷയങ്ങളും പ്രഭാഷണം നടത്തുന്ന വിഷയങ്ങളും എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു സമദിനും ജോൺസണും വേണ്ടിയിട്ട് മാറ്റാൻ സാധിക്കില്ല. ചില വ്യക്തികളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാതിരിക്കില്ല. എന്ന് വരെ എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടോ അന്ന് വരെ സ്വതന്ത്രമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് പറയും. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി പറയുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം എടുക്കുക. ഗോപാലകൃഷ്ണൻ എടുക്കണ്ട, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നോക്കണ്ട. വളരെ അർത്ഥഗംഭീരമായിട്ടുള്ള ഒരു 10-15 മിനിറ്റ് സംസാരിച്ചു, ഒരുമിച്ച് ചായ കുടിച്ചു. എല്ലാം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ തോന്നി, ഈ നാടിൻ്റെ പൈതൃകം, ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഈ നാടിൻ്റെ പൈതൃകം കൊടുക്കേണ്ട രീതിയിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ സംശയവുമില്ലാതെ ഇവനത് സ്വീകരിക്കും. ഭാരത ജനത അത് സ്വീകരിക്കും. ഒരുപക്ഷെ RSSകാർക്കും VHPക്കാർക്കും ഭാരതത്തിലെ പൈതൃകം പഠിപ്പിക്കുന്ന ഓരോരുത്തർക്കും പറ്റിയ തെറ്റ് അത് കൊടുക്കേണ്ട രീതിയിൽ
മുമ്പിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. ഒന്നില്ലെങ്കിൽ ഓവർ ഭക്തി. ഭാരതത്തിൽ ഓവർ ഭക്തി എന്നൊരു പ്രദർശനമേ ഇല്ല. ആവശ്യത്തിനും ആവശ്യമില്ലാത്തതിനും ഭക്തി കാണിച്ച് ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ എല്ലാ പാപവും തീരുമെന്ന് ഉപദേശിക്കുന്ന കുറേ വിഭാഗക്കാരൻ, അല്ലെങ്കിൽ ഇതിനൊക്കെ നിഷേധിക്കുന്ന വേറൊരു വിഭാഗക്കാരൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ ആരുമില്ല. എനിക്ക് അത്ഭുതം തോന്നി, സന്തോഷം തോന്നി. ഞാൻ പട്ടാമ്പിയിലും ഷൊർണൂരും ഒറ്റപ്പാലത്തും വടക്കാഞ്ചേരിയിലും മലപ്പുറം ജില്ലകളിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ മുമ്പിൽ വരുന്ന മുസ്ലിങ്ങളുടെ എണ്ണം വിവരണാതീതമാണ്. ചിലരും വിശ്വസിക്കില്ല. യൂട്യൂബിൽ സക്കീർ നായിക്കിനെ കുറിച്ചോ MM അക്ബറിനെ കുറിച്ചോ എന്തെങ്കിലും പറയുമ്പോൾ പച്ച തെറി എഴുതുന്ന മുസ്ലിങ്ങളുണ്ട്. അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണൻ തളരുന്നാണ്. അത് വിറകിന്റെ മുകളിൽ കിടക്കുമ്പോഴും തളരരുതെന്ന് പറഞ്ഞിട്ടാണ് പ്രഭാഷണം നടത്തേണ്ടത്. അങ്ങനെ ഒരു വിഭാഗം അവിടെയുണ്ട്. ഒരുപക്ഷെ അതേപോലൊരു വിഭാഗം ഹിന്ദു ജനതയിലുമുണ്ട് ഗോപാലകൃഷ്ണനെ എതിർക്കുന്നവര്, അല്ലെങ്കിൽ ഈ ആദർശത്തെ എതിർക്കുന്നവര്. എന്നെ എതിർക്കുന്നത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുത്താൽ എടുക്കേണ്ടവർ എടുക്കുന്നത് ഉറപ്പാണ്. ഇത് ഒന്നോ രണ്ടോ ഐസൊലേറ്റഡ് വ്യക്തികളുടെ അനുഭവമല്ല. പയ്യന്നൂര് അവരുടെ പാർക്കിൽ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം കയ്യടി ഉണ്ടായത് തൊട്ടടുത്തുള്ള മദ്രസയിലെ നല്ല ഗ്രോണപ്പ് പിള്ളേരുടെ, നല്ല +2 കോളേജിലും പഠിക്കുന്ന മദ്രസയിൽ താമസിക്കുന്ന പിള്ളേര് അവരിങ്ങനെ ബെഞ്ചും ഡെസ്കും ഇട്ട് ജനലിൽ കൂടെ നോക്കിക്കൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ കയ്യടി കേട്ട് ആ പാർക്കിലുള്ളവര് സ്റ്റണ്ടടിച്ചു പോയി. അത്ര സന്തോഷം തോന്നുന്ന രീതിയിൽ. ഞാനിത് പറയാൻ കാരണം, ഈ നാടിൻ്റെ പൈതൃകം പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവര് അവര് അസാധാരണമാം വിധത്തിൽ മുമ്പിലിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും BJPക്കാർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും സാധിക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, വേണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. അതിനകത്ത് വീക്ഷണ വ്യത്യാസം ഉണ്ടാവാം, അതൊക്കെ അവരുടെ ഉത്തരവാദിത്വം. അവർക്ക് നമ്മളെ കളിയാക്കാനും വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. കാരണം നമ്മളും അവരെയും വിമർശിക്കുന്നുണ്ട്. ഈ വിമർശനം വൺ വേ ട്രാഫിക് അല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. യുക്തിവാദികൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, രവിചന്ദ്രന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, സക്കീർ നായിക്കിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, MM അക്ബറിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, ഗമായേലിനും അതുപോലെ തന്നെ ചെറിയാനും എല്ലാവർക്കും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ശക്തമായി പച്ചത്തെറി വരെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അങ്ങോട്ടത് പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവരാണ് തീരുമാനിക്കുന്നത് തിരിച്ചെന്ത് പറയണമെന്ന്. പക്ഷെ അതിൽ തളർന്നു പോയാൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാനുള്ള യജ്ഞത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ തളർന്നു പോകും. പക്ഷേ കേരള ജനത, ഭാരത ജനത കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ സമദിനെ പോലെയും ജോൺസനെ പോലെയും സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ രണ്ടുപേരുടെ ഉദാഹരണം പേരെടുത്ത് പറയാൻ കാരണം അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചായ കുടിക്കാനും പ്രഭാഷണത്തിനെല്ലാം. എന്നിട്ട് ഞാൻ രാത്രി 6-7 മണിക്ക് യാത്ര ചെയ്തപ്പോൾ, മൂവാറ്റുപുഴയിൽ നിന്ന് യാത്ര ചെയ്തപ്പോൾ ജോൺസൺ വന്ന് പറഞ്ഞു, സാറ് എൻ്റെ ആദ്യത്തെ മകൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അവന് MBAക്ക് അഡ്മിഷൻ കിട്ടി. നല്ല രീതിയിൽ അവൻ പഠിക്കുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ സാർ അനുഗ്രഹിച്ച വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ മകൻ നാളെ MBAക്ക് അഡ്മിഷന് പോവാണ്, സാറ് ഒന്ന് അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഗ്രഹത്തിലേക്ക് ഫോക്കസ് ചെയ്യല്ലേ, ഞാൻ അനുഗ്രഹിക്കാൻ യോഗ്യതയുള്ള ആളല്ല. എന്നാലും ജോൺസണെ പോലെ ജീവിതം മുഴുവനും ഈ പൈതൃകത്തിൻ്റെ നന്മയ്ക്ക് കൂടി സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ തലയിൽ കൈവയ്ക്കാമെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ചിട്ടാ പറഞ്ഞു. ആ കുട്ടിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. ഒരു പള്ളിയിലച്ഛനോ കന്യാസ്ത്രീയോ ബിഷപ്പോ മെത്രാനോ കർദിനാളോ ആ ജോൺസന്റെ മകനെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ അവർക്ക് തോന്നുന്ന സന്തോഷത്തെക്കാൾ, അല്ലെങ്കിൽ സന്തോഷത്തിന് തുല്യമായ സന്തോഷം, അല്ലെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം ആ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മളെ ആരെ വേണമെങ്കിലും എതിർക്കാം, ഏത് വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ മുമ്പിലുള്ളവരെല്ലാം നല്ല രീതിയിൽ നമ്മൾ കൊടുത്താൽ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാണെന്നുള്ളത് കൂടി മറക്കാതിരിക്കുക. പ്രണാമം, നമസ്കാരം.